കല്യാണിയെ കൊലപ്പെടുത്തിയതിനു പിന്നിൽ കുടുംബ പ്രശ്നങ്ങളാണെന്ന സന്ധ്യയുടെയും കുടുംബത്തിന്റെയും വാദം തള്ളുകയാണ് ഭർത്താവ്. മാനസിക പ്രശ്നങ്ങളില്ല എന്ന് ബന്ധുക്കളും പറയുന്നു. തന്നെയും സഹോദരിയെയും കൊലപ്പെടുത്താൻ മുമ്പും അമ്മ ശ്രമിച്ചിരുന്നുവെന്ന് മൂത്ത മകൻ 24-നോട് പ്രതികരിച്ചു. 4 വയസ്സുകാരി കല്യാണിയെ കൊല്ലാൻ കാരണം കുടുംബ പ്രശ്നങ്ങളാണെന്നാണ് സന്ധ്യയും കുടുംബവും പറഞ്ഞത്. എന്നാൽ ഈ ആരോപണങ്ങൾ നിഷേധിക്കുകയാണ് ഭർത്താവും ബന്ധുക്കളും. ഒരു മാസമായിട്ട് ഞാൻ ഇവിടെ ഇല്ല. ഞാൻ പിന്നെ ഈ അച്ഛനായുള്ളതുകൊണ്ടാണ് ഞാൻ വന്നത്. പിന്നെ എന്തെങ്കിലും കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടോ എന്നത് എൻ്റെ മൂത്ത മോനാണ് ഇരിക്കുന്നത്. ഇവിടെയുള്ള ഏതെങ്കിലും പിള്ളേരോടോ അല്ലെങ്കിൽ ഇത്രയും അടുത്ത ആൾക്കാരോട് ഇല്ലേ ആരോട് ചോദിച്ചാലും പറഞ്ഞു തരും. ഇന്ന് രാവിലെ കൂടെ കൂടി എനിക്ക് ചായ എടുത്ത് തന്നു, എല്ലാ കാര്യങ്ങളും എടുത്ത് തന്നിട്ട് കൊച്ചിനെ അംഗൻവാടിയിൽ 2 ദിവസമായിട്ട് അച്ഛൻ ആയുസുള്ളതുകൊണ്ട് പോകാറില്ല. ഇന്ന് കൊച്ചിനെ അംഗൻവാടിയിൽ വിടണമെന്ന് പറഞ്ഞ് ഞാനാണ് കൊച്ചിനെ റെഡിയാക്കി, കൊച്ചു പോകണില്ല എന്ന് പറഞ്ഞ് ഞാനാണ് റെഡിയാക്കി കൊച്ചിനെ അവിടെ ഇരുത്തിയത്. സന്ധ്യയുടെ പെരുമാറ്റത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് കുടുംബവും അയൽക്കാരും പറയുന്നു. ഇതിനു മുമ്പ് ഈ പിള്ളേരെ കൊണ്ടുപോയിട്ട് ഈ പിള്ളേരെ ടോർച്ചിന് തലക്കടിച്ച് കൊച്ചങ്ങൾക്ക് ഐസ്ക്രീമിൽ വിഷം കൊടുക്കാൻ ശ്രമിച്ചു എന്ന് മൂത്ത കൊച്ച് ഞങ്ങളോട് വന്ന് പറഞ്ഞ്. അന്ന് അത് കുറേ നാളത്തേക്ക് ആ പെണ്ണ് ഇവിടെ ഉണ്ടായിരുന്നില്ല. പെരുമാറ്റത്തിൽ പ്രശ്നങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ അവൾ ആ ഒരു സ്വഭാവ രീതിയാണ് ഞങ്ങളെ കാണിക്കുന്നത്. ആരോട് ഇത്ര അടുത്ത് ഇവരൊക്കെ ഉള്ളത്, ഇവരോട് ആരോടും അങ്ങനെ സംസാരിക്കില്ല. ഇവള് ഇങ്ങനെ ആരോടും അങ്ങനെ സംസാരിക്കില്ല. ഇപ്പം ഞങ്ങളൊക്കെ ആണെങ്കിൽ ഇപ്പോൾ അയലക്കെന്നുള്ള രീതിയിലൂടെ വന്നാലും അവൾ ഞങ്ങളോടൊന്നും സംസാരിക്കാറൊന്നുമില്ല. സന്ധ്യ മുൻപും കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന് മൂത്ത കുട്ടി പറഞ്ഞു. പിന്നെ ഒരു ഐസ്ക്രീം ഒക്കെ വാങ്ങി. ഐസ്ക്രീം വാങ്ങിയിട്ട് ഞങ്ങൾക്ക് ആ ബാത്റൂം കയറി അതിൻ്റെ ഉള്ളിൽ വിഷമൊക്കെ കലക്കി ഞങ്ങൾക്ക് തരാൻ നോക്കി. ഞാൻ എൻ്റെ അനിയത്തിനെ കൊണ്ട് പോകാൻ നോക്കിയപ്പോൾ അതിനെ അമ്മ ടോർച്ചും വെച്ച് തലക്കെട്ടടിച്ച് ഞങ്ങൾ രണ്ടുപേരും. സന്ധ്യയെ 2 മാസം മുൻപ് കൗൺസിലിംഗ് നടത്തിയിരുന്നുവെന്ന് വാർഡ് മെമ്പർ ബീന ജോസ്. ഇവിടെ നാട്ടുകാരെല്ലാവരും കൂടി ബന്ധുക്കളൊക്കെ കൂടി അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പറഞ്ഞു നമുക്ക് പോയി കൗൺസിലിങ്ങിന് പോയിട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞ് കൗൺസിലിങ്ങിന് പോയി കഴിഞ്ഞപ്പോൾ കുഴപ്പമൊന്നുമില്ല. അവൾക്കൊരു 35 വയസ്സുണ്ടെങ്കിൽ ഒരു 25 വയസ്സിൻ്റെതായ ഒരു പക്വത ഉള്ളൂ എന്നാണ് പറഞ്ഞത്. അല്ലാണ്ട് വേറെ വിഷയങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞാൽ. വൈകിട്ട് 4 മണിക്ക് ചോറ്റാനിക്കര പൊതുശ്മശാനത്തിലാണ് കല്യാണിയുടെ സംസ്കാരം. കൊലപാതക കാരണം സംബന്ധിച്ച് ഇരു കുടുംബങ്ങളും പരസ്പരം കുറ്റപ്പെടുത്തുമ്പോൾ ഈ ക്രൂരകൃത്യത്തിന്റെ കാരണം തേടുകയാണ് പോലീസ്. സന്ധ്യയെ വിശദമായി ചോദ്യം ചെയ്യുന്നതിലൂടെ കാര്യങ്ങൾക്ക് വ്യക്തത വരുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ പ്രതീക്ഷ. ക്യാമറാമാൻ അനൂപിനൊപ്പം റാഫി കരീം, 24 കൊച്ചി.